അവിടുത്തെ തിരുവടി കാണാൻ പൊന്നിൻ കുരിശുമുത്തപ്പോ. പൊന്മലകേറ്റം പ്രത്യേകിച്ച് നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ കുടുംബം നമ്മുടെ ആവശ്യം. ഇപ്പൊ സമയം രാത്രി 10:45. നമ്മളിന്ന് പോകുന്ന വണ്ടി മംഗള ലക്ഷദ്വീപ് കാണുക. സമയം 10:45 11 മണിയാവും. ഇന്ന് വെള്ളിയാഴ്ച വൈകുന്നേരമാണ്. ഞാനിപ്പോൾ ഉള്ളത് മംഗലാപുരം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ നമ്മുടെ വണ്ടി എത്താൻ സമയമായി വരുന്നു. നമ്മുടെ പുറകിൽ ഒരു ഗൂഡ്സ് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ വണ്ടി ഇന്നലെ നൈറ്റ് ഇച്ചിരി വൈകിയാണ് വന്നത്. 11:45 മംഗലാപുരം ജംഗ്ഷൻ വന്നപ്പോൾ. അതുകൊണ്ട് വെളുപ്പിനെ ഇന്ന് ആലുവ എത്താൻ നേരത്ത്, എറണാകുളം ജംഗ്ഷൻ എത്താൻ നേരത്ത് സമയം 7:45 എല്ലാ ദിവസവും 6:45 7 മണിക്ക് വരുന്ന വണ്ടിയാണ്. ഇന്ന് 7:45 വണ്ടി വന്നു. എൻ്റെ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ മലയാറ്റൂർ മല കയറണം. അതുകൊണ്ട് ഞാൻ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി മല കയറിയതിന് ശേഷം വൈകുന്നേരം കൊച്ചിക്ക് പോകാനാണ് പ്ലാൻ. ഈ വണ്ടിക്ക് അങ്കമാലി സ്റ്റോപ്പില്ല, ആലുവയിലാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ ആലുവയിലാണ് ഇറങ്ങുകയും ചെയ്തത്. അങ്കമാലിയിൽ നിന്ന് മല കയറാൻ അടുത്താണ് കാലടി പോകാൻ. ഇനി നമുക്ക് ഇവിടുന്ന് ഏതായാലും 2 ബസ് മാറിക്കയറി പോകണം. അത് സാരമൊന്നുമില്ല ഗൈസ്, നമ്മൾ പോയിരിക്കും. എന്നുവെച്ചാൽ ബസ് വേണ്ടത്ര ഉണ്ട് നമുക്ക്. KSRTC ഉണ്ട്, പ്രൈവറ്റ് വണ്ടിയുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് മലയാറ്റൂർ മലയിലാണ്. ഇനി നമ്മൾ ഈ കാണുന്ന മലയെല്ലാം കയറണം ഗൈസ്. അപ്പം നമുക്കിനി മലയാറ്റൂരിൻ്റെ ചരിത്രം പറയുവാണെങ്കിൽ, പണ്ട് തോമസ് ലീഹ വന്നിറങ്ങി പണിഞ്ഞ പള്ളിയും പിന്നെ അവിടുത്തെ തോമസ് ലീഹയുടെ ഒരു കാൽപാദമുണ്ട്. പിന്നെ തോമസ് ലീഹാനെ ശത്രുക്കൾ കൊന്ന സ്ഥലമാണ് മലയാറ്റൂർ. ഇംഗ്ലീഷിൽ പറയും മൈലാപ്പൂരെന്ന്. അപ്പോൾ നമ്മളിനി അത് ഫുള്ള് കയറണം ഗൈസ്. കയറി 14 സ്ഥലമുണ്ട്. അപ്പോൾ ഇപ്പം മാർച്ച് 28 ശനിയാഴ്ചയാണ് ഇന്ന്. അപ്പം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കയറി പോകണം. ഇവിടുന്ന് പോകുമ്പോൾ 14 സ്ഥലമുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചു പോയാൽ നമുക്ക് മടുപ്പും കാര്യങ്ങളും ഒന്നും കാണത്തില്ല. ഒത്തിരി പേരിവിടെ ചെരുപ്പ് കൂരിയിട്ട് പോയിട്ടുണ്ട്. വലിയ വലിയ കല്ലുകളും ഇതൊക്കെയാണ്. പക്ഷെ ഇന്ന് വലിയ വെയിലും കാര്യങ്ങളൊന്നുമില്ല, മൂടി നിൽക്കുവാണ്. നല്ല കോടയുള്ളതും കൊണ്ട് ചൂടില്ല. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കയറാം. ഇത് ഈ മോളി പള്ളി കുർബാന നടക്കുന്നതാണ് നമുക്ക് കേൾക്കുന്നത് സ്പീക്കറിൽ. പോകുന്ന വഴിയിൽ വലിയ വലിയ പാറയാണ്. നമ്മൾ അവിടുന്ന് കയറി വന്നപ്പം ഫുള്ള് പാറയായിരുന്നു. ഇനി നമുക്ക് നല്ല നിലപ്പ് സ്ഥലം കിട്ടി. ഇവിടെ നല്ല നിരപ്പാണ്. ഇത് 2ാം സ്ഥലം എത്തി. ഇനി അങ്ങോട്ട് നല്ല കയറ്റമാണ്. ഇത് മോളിയിലെ കുർബാനയാണ് കേൾക്കുന്നത്. കയറ്റമെന്ന് പറഞ്ഞാലേ നമ്മൾ വരുമ്പോൾ നല്ല ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് വന്നാൽ സേഫായിട്ട് കയറാം. നമ്മുടെ കർത്താവായ ആകാശം മാത്രം അവരോടുകൂടെ നല്ല കയറ്റമായതുകൊണ്ട് നമുക്ക് ഒത്തിരി വീഡിയോ പിടിക്കാനും പറ്റത്തില്ല. പിന്നെ മോളിൽ ചെന്നിട്ട് കാണാം. സർവവും നിന്റെ മുൻപിലായിതാ. നമ്മൾ ഈ കേൾക്കുന്നത് മോളിലെ പള്ളിയിലെ കുർബാനയാണ്. പ്രഭു സർവരുമൊന്നാ. ഇതാണ് 2ാം സ്ഥലം.
പിന്നെ ഇവിടെ മടുത്ത് വരുന്നവർക്കെല്ലാം വെള്ളം വെച്ചിട്ടുണ്ട്. ലഭിക്കണമെന്ന് ചിട്ടി തീരുമാനിക്കാമെന്ന് വസ്തുക്കൾ അവർ ഭാവിച്ചെടുത്തു. കയറി 10ാം സ്ഥലം എത്തിയിരിക്കുകയാണ്. പിന്നെ ആ മോളിൽ കാണുന്നതാണ് പള്ളി. ആദ്യത്തെ 5 സ്ഥലം കയറാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ പെട്ടെന്ന് അങ്ങ് എത്തും. നമ്മളെ ദൈവം അങ്ങ് വലിച്ചുകൊണ്ട് പോകും. വരുന്നവർ പുറത്തുനിന്ന് വെള്ളം മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ വെച്ചിട്ടുണ്ട് വെള്ളം കാര്യങ്ങളെല്ലാം. താഴെ ചുമ്മാ 30 രൂപ കൊടുത്തൊരു കുപ്പിക്ക് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 11ാം സ്ഥലം. ഇനി നമുക്ക് സ്റ്റെപ്പ് കിട്ടി. വിശ്വാസത്തെ പ്രതി മരിച്ചവരോ വഹിക്കുവാനും ഞങ്ങളെ അങ്ങനെ നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടതിന് ശേഷം ലാസ്റ്റ് 14 സ്ഥലം കംപ്ലീറ്റ് ആയി പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ പ്രത്യേകമായ നിയോഗം, വളരെ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ കുടുംബം, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ മനസ്സിനെ അലട്ടുന്ന വിഷമതകൾ, അങ്ങനെ നമ്മൾ മോളിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളോടും കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായി അങ്ങനെ ഞാൻ മല കയറി കുമ്പസാരിച്ചു. തോമാശ്ലീഹയുടെ രൂപം തൊട്ട് പ്രാർത്ഥിച്ചു. ഇപ്പം നമ്മുടെ ക്ഷീണം കാര്യങ്ങളും എല്ലാം മാറിയിട്ടുണ്ട്. നമ്മൾ ആദ്യം കയറുമ്പോൾ നമ്മളെ സാത്താനും പിന്തിരിക്കും. പക്ഷെ കയറി കഴിയുമ്പോൾ നമ്മൾ നല്ല ഹാപ്പി ആയിരിക്കും. ഇനി നമുക്ക് തോമാശ്ലീഹയുടെ കാൽപാദത്തിലൊന്ന് പോകണം. നമ്മളെ താഴെ കാണുന്നതാണ് തോമാശ്ലീഹയുടെ കാൽപാദം. നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. മല കയറി പ്രാർത്ഥിച്ച് സ്നേഹത്തോടെ തിരിച്ചിറങ്ങുകയാണ്.
തിരിച്ചിറങ്ങാൻ ഇനി ഇങ്ങനെയുള്ളൊരു സ്റ്റെപ്പുണ്ട്. ഇനി ഇറങ്ങാൻ എളുപ്പം എന്താണേലും, മെല്ലെ പോയാൽ മതി. നമ്മൾ ഒരേ സ്റ്റെപ്പ് വഴി ഇങ്ങനെ ഇറങ്ങി പോകണം. നമ്മൾ കയറി വരുന്ന വഴി ഫുള്ള് കല്ലാണ്. നാളെ ഓശാന ഞായറാഴ്ചയാണ്. അപ്പോൾ ഞാനിന്ന് ശനിയാഴ്ചയാണ് മല കയറാൻ വേണ്ടി വന്നത്. കയറിപ്പോയവരെല്ലാം ഇറങ്ങിക്കൊണ്ടുണ്ട്, വരുന്നവരെല്ലാം കയറിക്കൊണ്ടുണ്ട്. ഇറങ്ങാൻ കുഴപ്പമില്ല, നമ്മുടെ കാല് വലിച്ചോണ്ട് പോകുന്ന കണക്കും സൂക്ഷിച്ച് നടന്നില്ലേ കാലെടുക്കും. അങ്ങനെ നമ്മൾ തിരിച്ച് 10ാം സ്ഥലത്തെത്തി. തിരിച്ച് നമ്മൾ 7ാം സ്ഥലമെത്തി. ഇനിയുണ്ട് 6 സ്ഥലം കൂടെ. എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. നമ്മൾ ഭക്തിയോടെ പ്രാർത്ഥിച്ച് കയറിയാൽ നമുക്ക് ഒരു ക്ഷീണവോ ഒരു തളർച്ചയോ ഇല്ല. ഈ കാണുന്നതല്ല ആന തകർത്തേക്കുന്നതാണ്. അങ്ങനെ തിരിച്ചിറങ്ങിയതിന് ശേഷം നമുക്കിവിടെ നേർച്ച ഭക്ഷണം, കഞ്ഞിയും കടലക്കറിയും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് നക്ഷത്ര തടാകം എന്തോ പറയും. നമ്മൾ ഈ അങ്കമാലിയിൽ ന്യൂ ഇയർ കാർണിവൽ സെലിബ്രേഷൻ ചെയ്യുന്ന ഇതിൻ്റെ സൈഡിലാണ്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുവാണെങ്കിൽ നമ്മൾ ആലപ്പുഴ കായലിൻ്റെ സൈഡിൽ കൂടെ പോയ ഒരു ഫീലാണ് ഇതിലൂടെ പോകുമ്പോൾ. നല്ല ആഴമുണ്ടെന്നാണ് തോന്നുന്നത് വെള്ളം. പക്ഷെ അങ്ങനെ ഞാൻ മലയെല്ലാം കയറിയതിന് ശേഷം തിരിച്ച് കൊച്ചി വന്ന്, ഇന്ന് ഏതായാലും കൊച്ചിയിലാണ് സ്റ്റേ. ഞാൻ റൂം എടുത്ത് എന്നിട്ട് നമ്മുടെ സമൃദ്ധി കൊച്ചിൻ കോർപ്പറേഷൻ്റെ സമൃദ്ധി കിച്ചണിൽ പോയിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ച് ഇനി റെസ്റ്റ് എടുക്കണം. അപ്പം മറ്റൊരു വീഡിയോയ്ക്ക് വരുന്നവർക്ക് എല്ലാവർക്കും ബൈ.